ഉപ്പുമാവാണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനായിട്ട് ഒരു ഗ്ലാസ് റവ എടുത്ത് വറക്കാൻ വെച്ചു. ഈ ഗ്ലാസ്സിലാണ് അളവെടുത്തേക്കുന്നത്. നന്നായി ഒന്ന് വറുത്ത് അതിനുശേഷം ഇതിനാവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് നമ്മൾ അരിഞ്ഞെടുക്കണം. സവാള, വേപ്പില, ഒരു സവാളയാണ് ഇതിനായിട്ട് എടുക്കുന്നത്. പിന്നെ കുറച്ച് വറ്റൽമുളക്, ഇത്തിരി ഇഞ്ചി, ഇതെല്ലാം ഇഞ്ചി ചതച്ചെടുക്കണം. ഇതെല്ലാം അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി പാൻ ചൂടാക്കി എണ്ണ ഒഴിച്ച് കുറച്ച് കടുക് പൊട്ടിക്കണം. ഇതിന് ഒന്നില് നമുക്ക് നെയ്യും ചേർക്കാവുന്നതാണ് എണ്ണക്ക് പുറമെ. പക്ഷേ കുറച്ച് എണ്ണ കൂടുതൽ എടുത്താൽ നെയ്യ് ചേർക്കേണ്ട ആവശ്യമില്ല, സോഫ്റ്റായി കിട്ടും ഉപ്പുമാവ്. എന്നിട്ട് ഇതെല്ലാം കൂടെ വഴറ്റാൻ വെക്കുക. ഉപ്പിടണം നമ്മൾ. ഇപ്പം ഞാൻ 1 ടീസ്പൂൺ ഉപ്പ് ഇടുന്നുണ്ട്. കുറച്ചും കൂടെ ഒരു 1/2 ടീസ്പൂണും കൂടി ഇടണം, എന്നാലേ ഉപ്പ് കറക്റ്റ് ആവുള്ളൂ. ഇതിപ്പോൾ ഏകദേശം വഴണ്ടി വന്നിട്ടുണ്ട്. ഇനി എടുത്ത റവയുടെ ഇരട്ടി വെള്ളം നമ്മൾ ഒഴിക്കണം. 1 ഗ്ലാസ് റവയാണ് എടുത്തത്, അപ്പോൾ 2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് തിളപ്പിക്കുക. തിളച്ച് വരുമ്പോൾ നമ്മൾ വറുത്ത് വെച്ച റവ ഇതിലേക്ക് കുറേശ്ശായിട്ട് ഇടുക. തീ ചെറുതാക്കി വെക്കണം, അല്ലെങ്കിൽ റവ പെട്ടെന്ന് കട്ട കുത്തും റവ ഇടുന്ന സമയത്തേ. പിന്നെ അങ്ങോട്ട് തീ സിമ്മിലിട്ടാൽ മതി. എന്നിട്ട് നമ്മൾ ഇങ്ങനെ ഇളക്കി മിക്സ് ചെയ്തുകൊണ്ടേ ഇരിക്കണം. ഇതിപ്പോൾ ഏകദേശം ഒരു 3 പേർക്ക് കഴിക്കാൻ പറ്റും. ആ ഒരു വലിയ ഗ്ലാസ്സിലാണ് നമ്മൾ റവ അളന്നെടുത്തത്. 3 പേർക്ക് കഴിക്കാൻ പറ്റും. ഇത് ഓൾറെഡി വറുത്ത റവയാണ്, എന്നാലും നമ്മൾ ഒന്നും കൂടെ വറക്കണം ഉണ്ടാക്കുന്നതിന് മുമ്പ്. അങ്ങനെയാണ് ചെയ്യേണ്ടത്. ഇതിൽ നെയ്യ് വേണമെങ്കിൽ ചേർക്കാം, പിന്നെ അണ്ടിപ്പരിപ്പ് ഇതൊക്കെ ചേർക്കാവുന്നതാണ്. ഞാനിപ്പോൾ അതൊന്നും ചേർത്തിട്ടില്ല. റെഡി ആയിട്ടുണ്ട് നമ്മുടെ ഫുഡ്.